നമ്മുടെ നാട്ടിലെ പല വീടുകളിലും കണ്ടുവരുന്ന ഒരു പതിവ് കാഴ്ചയാണ് ഇത്. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നും ഇത് ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകുന്നു എന്നും നമുക്ക് നന്നായിട്ടറിയാം. എന്നാൽ ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഇതിലും എത്രയോ മുകളിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. പുകവലി കുടുംബത്തിൻ്റെ ആകെ ആരോഗ്യ പ്രശ്നമാണ്. പുകവലിക്കുന്ന ആളെ മാത്രമല്ല, ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും പുകവലി ബാധിക്കും. പുരുഷൻ്റെ വീട്ടിനുള്ളിലെ പുകവലി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യത്തെ വളരെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതുമൂലമുള്ള പ്രശ്നങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയുമാണ്. സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് അഥവാ പുകവലി പുക സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യത്തെ എങ്ങനെയെല്ലാമാണ് ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ചും അതിനെതിരെ നടത്തുന്ന ചില പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള ചില സുപ്രധാന വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ് ഈ വീഡിയോയിലൂടെ. പുകയിലയുടെ ഉപയോഗം ഇന്ത്യയുടെ ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. 48% പുരുഷന്മാർ പുകയില ഉപയോഗിക്കുന്നതായി കാണാം. പുകയിലയുടെ ഉപയോഗം 9 ലക്ഷത്തോളം അകാല മരണങ്ങൾക്ക് ഇന്ത്യയിൽ കാരണമാകുന്നുണ്ട്. ക്ഷയരോഗവും മലമ്പനിയും എയ്ഡ്സ് തുടങ്ങിയ പുതിയ രോഗങ്ങളും മാതൃമരണങ്ങളും അകാല മരണത്തിന് കാരണമാണെങ്കിൽ പോലും അതിനേക്കാളും കൂടുതൽ മനുഷ്യർ പുകയിലയുടെ ഉപയോഗം വഴി ഇന്ത്യയിൽ അകാല മരണത്തിന് അടിമപ്പെടുന്നുണ്ട്. പുകയിലയുടെ ഉപയോഗം കാരണം രക്തധമനി രോഗങ്ങളും ക്യാൻസറും ഉണ്ടാകുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ രക്തഓട്ടമുള്ള എല്ലാ അവയവങ്ങളിലും പുകയിലയുടെ വിഷാംശം എത്തിപ്പെടാറുണ്ട്. അതുകൊണ്ട് പുകയില ഉപയോഗിക്കുന്നവരിൽ പ്രമേഹവും ക്ഷയരോഗവും കണ്ണിനുള്ള കാഴ്ച നഷ്ടപ്പെടലും പക്ഷാഘാതവും എല്ലാം പുകയില ഉപയോഗിക്കാത്തവരെക്കാളും വളരെയധികം കൂടുതലാണ്. ഈ കൊച്ചു കേരളത്തിൻ്റെ കണക്കുകളെടുക്കുകയാണെങ്കിൽ 4000-ഓളം കേരളീയർ അപകടം കാരണം നമ്മുടെ നിരത്തുകളിൽ മരിക്കുന്നുണ്ട്. അതിനേക്കാളും 10 ഇരട്ടി മനുഷ്യർ പുകയിലയുടെ ഉപയോഗം കാരണം അകാല മരണത്തിനിടയാകുകയാണ്. ഗ്ലോബൽ അഡൾട്ട് ടൊബാക്കോ സർവേ ലോകമെമ്പാടും പ്രായപൂർത്തിയായവരിൽ നടത്തിയ പഠനം കാരണം കേരളത്തിലെ 28% പുരുഷന്മാർ പുകവലിക്കുന്നതായി കാണാം. ഇപ്പോൾ പുകയില കൊണ്ടുള്ള രോഗങ്ങളെപ്പറ്റി നോക്കുകയാണെങ്കിൽ വീട്ടിൻ്റെ ആരോഗ്യത്തിൻ്റെയും സാമ്പത്തിൻ്റെയും അടിത്തറ തന്നെ ഇളക്കുന്ന ഒരു പ്രവണതയാണ് പുകയിലയുടെ ഉപയോഗം. പുകയിലയുടെ അസുഖം കാരണം അസുഖത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട്, പിന്നെ അസുഖം കാരണം ജോലിക്ക് പോകാതെയുള്ള സാമ്പത്തിക നഷ്ടം, ഇത് രണ്ടും കണക്കാക്കുമ്പോൾ വളരെയധികം വേദനാജനകമാണ് ഈ സ്ഥിതിവിശേഷം. ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും ഈ അസുഖം വന്ന രോഗിയെ പരിചരിക്കുന്നവർക്കും ഏറ്റവും അധികം മനോവേദന ഉണ്ടാക്കുന്ന ഒരു വസ്തുതയാണ് സ്വയം വില കൊടുത്ത് വാങ്ങിക്കുന്ന ഈ വിന. ഒരാൾ പുകവലിക്കുമ്പോൾ ഉയരുന്ന പുകച്ചുരുളുകൾ ആ പുകവലിക്കുന്ന ആളെ മാത്രമല്ല, അതിനടുത്ത് നിന്ന് അത് ശ്വസിക്കുന്ന കുഞ്ഞുങ്ങളെയും അമ്മമാരെയും മറ്റുള്ളവരെയും ബാധിക്കുന്നു എന്നത് ഒരു സത്യം മാത്രമാണ്. ഇങ്ങനെ പുക ഉള്ളിലായ ഇതുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന അനേകം കുഞ്ഞുങ്ങളും അവരുടെ അമ്മമാരും എൻ്റെ അടുത്ത് വരാറുണ്ട്. ക്വിറ്റ് ടുബാക്കോ ഇൻ്റർനാഷണൽ പ്രോജക്റ്റ് തിരുവനന്തപുരം ജില്ലയിൽ ഒരു ഗ്രാമപ്രദേശത്ത് ഒരു പഠനം നടത്തി. അതിൽ കണ്ടത് പുകവലിയുള്ള വീടുകളിൽ 70%-ലധികം കുഞ്ഞുങ്ങളും അമ്മമാരും അതിൻ്റെ ദൂഷ്യഫലം അനുഭവിക്കുന്നവരാണ് എന്നതാണ്. ഈ പുക എങ്ങനെയാണ് കുഞ്ഞുങ്ങളെയും അമ്മമാരെയും ബാധിക്കുന്നതെന്ന് നോക്കാം. പ്രധാനമായിട്ടും സ്ത്രീകളെ ഇത് വല്ലാതെ ബാധിക്കുന്നുണ്ട്. കാരണം അത് അവരുടെ ആരോഗ്യത്തെയും പ്രത്യുൽപാദന ശേഷിയെയും വരെ ബാധിക്കാം. ക്രമം തെറ്റിയുള്ള ആർത്തവം നേരത്തെ നിലച്ചു പോകുക, വന്ധ്യത എന്നിവ അവരിൽ ഉണ്ടാകാം. ഇതുകൂടാതെ ഗർഭിണികളായവർ പുകവലിക്കുകയോ അവരുടെ അടുത്ത് നിന്ന് മറ്റുള്ളവർ പുകവലിക്കുകയോ ചെയ്യുമ്പോൾ അത് ഗർഭസ്ഥ ശിശുവിനെ പോലും പ്രതികൂലമായി ബാധിക്കുന്നു. ഗർഭസ്ഥ ശിശുവിൽ വളർച്ചക്കുറവ്, മാസം തികയാതെയുള്ള പ്രസവം, അതുപോലെ ഭാരക്കുറവുള്ള കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ അതിന് പല ബുദ്ധിമുട്ടുകളും മരണം വരെ സംഭവിക്കാവുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നു. ഗർഭം അലസിപ്പോകുന്ന ഒരു പ്രക്രിയയും ഇവരിൽ ഉണ്ടാകാം. അതുകൊണ്ട് ഗർഭിണികൾ ഒരിക്കലും പുകവലിക്കാൻ പാടില്ല. അവരുടെ കുടുംബാംഗങ്ങളും അവരുള്ള ചുറ്റുപാടുകളിലും പുകവലി ഉപേക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇനി കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അവരെ ബാധിക്കുന്നത് അവരുടെ ശ്വാസകോശത്തിനെയാണ്. പ്രധാനമായിട്ടും കുഞ്ഞുങ്ങളിൽ കാണുന്നത് മൂക്കൊലിപ്പ്, ചെവി പഴുപ്പ്, ചുമ, ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ, അതുപോലെ TB ഉള്ള കുട്ടികളിൽ അതിൻ്റെ കാഠിന്യം വർദ്ധിക്കുക എന്നുള്ള പ്രയാസങ്ങളാണ് കാണുന്നത്. ഇത് കുഞ്ഞുനാളിൽ അവർക്ക് വരുന്നെങ്കിലും അത്
അവർ കൗമാരപ്രായത്തിലും മുതിർന്നവരും ആകുമ്പോഴും ഇത് അവരെ പിന്തുടരുന്നു എന്നതും ഒരു സത്യമാണ്. ഇതുകൂടാതെ ഇത്തരം കുട്ടികളിൽ പഠന വൈകല്യവും കണ്ടുവരുന്നുണ്ട്. അടിക്കടിയുള്ള അസുഖം, പഠന വൈകല്യം എന്നിവ മൂലം ആ കുഞ്ഞുങ്ങൾക്ക് നേടിയെടുക്കാനുള്ള പല നേട്ടങ്ങളും ഈ പുകവലിപ്പുക ഇല്ലാതാക്കുന്നു എന്നതാണ് സത്യം. വീട്ടിനുള്ളിൽ പുരുഷന്മാർ പുകവലിക്കുന്നത് അവരുടെ മാത്രം പ്രശ്നമല്ല, ഒരു കുടുംബത്തിൻ്റെ മൊത്തം ആരോഗ്യ പ്രശ്നമാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അവർ വീട്ടിനുള്ളിൽ പുകവലി ഉപേക്ഷിച്ചാൽ അത് ആ വീട്ടിലുള്ള കുട്ടികളോടും സ്ത്രീകളോടും സമൂഹത്തോടും ചെയ്യുന്ന ഏറ്റവും വലിയൊരു നന്മയായിരിക്കും. നമ്മുടെ നാട്ടിലെ പൊതുജനാരോഗ്യ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പുക മൂലമുണ്ടാകുന്ന ദൂഷ്യങ്ങൾ. ചില ആൾക്കാർക്കെങ്കിലും ഉള്ള സംശയം പുക അത്ര ദോഷകരമാണോ എന്നതാണ്. അടുക്കളയിൽ നിന്നും ഉണ്ടാകുന്ന പുകയും റോഡുകളിൽ കൂടെ ഓടുന്ന വണ്ടികളിൽ നിന്നും ഉണ്ടാകുന്ന പുകയുടെയും അളവ് കണക്കാക്കുമ്പോൾ പുകയിലെ പുക വളരെ കുറവല്ലേ, അത് ഇത്രത്തോളം ദോഷമുണ്ടാക്കുമോ എന്നതാണ് അവരുടെ സംശയം. എന്നാൽ പുക വളരെ കുറവാണെങ്കിലും അതിൽ ധാരാളം വിഷവസ്തുക്കളുണ്ട്. 3000-ഓളം രാസവസ്തുക്കളുള്ള ഈ പുകയിൽ 300-ഓളം രാസവസ്തുക്കൾ വിഷവസ്തുക്കളാണ്, വിവിധ അസുഖങ്ങളുണ്ടാക്കുന്നു. ഇതിൽ 50-ലധികം രാസവസ്തുക്കൾ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നതാണ്. മറ്റ് വിഷവസ്തുക്കൾ ഹൃദ്രോഗവും ശ്വാസകോശ രോഗവും ഉണ്ടാക്കുന്നതാണ്. എന്നാൽ അടുക്കളയിൽ നിന്നും റോഡിൽ നിന്നും ഉണ്ടാകുന്ന പുക ഇത്രത്തോളം ദോഷകരമല്ല എന്ന വസ്തുത നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് വീട്ടിനകത്ത് പുകവലിക്കാൻ പാടില്ല എന്നത് ഇന്ന് പല പുരുഷന്മാർക്കും അറിയാമെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ അവർ വിമുഖത കാണിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. വീട്ടിനകത്ത് പുകവലി എന്ന് പറയുമ്പോഴേക്കും വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ വീട്ടിന് വെളിയിലുള്ള ഏതെങ്കിലും ഒരു കോണിലോ നിന്ന് പുകവലിച്ചാലും അതിൻ്റെ പുകയും അന്തരീക്ഷത്തിൽ കൂടി വീട്ടിനകത്തേക്ക് കടന്നു വരികയും ഈ കുട്ടികളെ ബാധിക്കുകയും ചെയ്യാം. മാത്രമല്ല, പുകവലിക്കുമ്പോൾ ഉണ്ടാകുന്ന ചാരവും മറ്റും വീട്ടിലും മറ്റ് ഫർണിച്ചറുകളിലും തങ്ങി നിന്നിട്ട് അതും പിന്നീട് കുട്ടികൾക്ക് ദോഷമുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് വീടുകൾക്കുള്ളിൽ യാതൊരു തരത്തിലും പുകവലി അനുവദിക്കാൻ പാടില്ല. അതിഥികൾ വന്നാൽ പോലും അവരെയും വീട്ടിനകത്ത് പുകവലിക്കാൻ അനുവദിക്കാതിരിക്കേണ്ടത് നമ്മുടെ ആരോഗ്യം കാത്തുസൂക്ഷിക്കാൻ അത്യാവശ്യമാണ്. പുകവലിക്കുന്നവർ പുറത്തേക്ക് വിടുന്ന പുകവലിപ്പുക അന്തരീക്ഷത്തിൽ 2 മുതൽ 4 മണിക്കൂർ വരെ തങ്ങി നിൽക്കും എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ഇത്തരം പുക ജനാൽ വാതിലുകൾ തുറന്നിടുന്നത് കൊണ്ടോ എയർ കണ്ടീഷൻ്റെ മുറിയിലിരുന്ന് പുകവലിക്കുന്നത് കൊണ്ടോ ദൂഷ്യങ്ങളിൽ ഒരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല എന്നും പഠനം തെളിയിച്ചിട്ടുണ്ട്. പുകയിലെ പുക ഒരു പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നമാണ്. പുകവലിക്കാത്തവരുടെ ഒരവകാശമാണ് പുകവലിപ്പുക ഇല്ലാത്ത വായു ശ്വസിക്കുക എന്നുള്ളത്. ഇതിന് എല്ലാ പുകവലിക്കാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ്. കേരളത്തിൽ പുകവലിക്കുന്ന ആളുകളിൽ എല്ലാവരും തന്നെ പുരുഷന്മാരാണ്. പുരുഷന്മാർ പലരും വീട്ടിനുള്ളിൽ പുകവലിക്കുന്നുണ്ട്. അതുമൂലം അവരിൽ നിന്നുമുണ്ടാകുന്ന പുകവലിപ്പുക മറ്റ് സ്ത്രീകളെയും കുട്ടികളെയും സാരമായി ബാധിക്കുന്നു. ഇതുമൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും സ്ത്രീകളെയും കുട്ടികളെയും രക്ഷിക്കുക എന്നുള്ളതാണ് ക്വിറ്റ് ടൊബാക്കോ ഇന്ത്യ പദ്ധതിയുടെ പുകവലി വിമുക്ത വീടുകളുടെ പ്രധാന ലക്ഷ്യം. വീട്ടിനുള്ളിലെ പുരുഷന്മാരുടെ പുകവലിയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇന്ത്യയൊട്ടാകെ വർദ്ധിച്ചു വരികയാണ്. വീട്ടിനുള്ളിലെ പുകവലിക്കെതിരായി ശക്തമായ നീക്കങ്ങൾ നമ്മുടെ രാജ്യത്ത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ നമ്മൾ നടത്തിയ സർവേ അനുസരിച്ച് 90% സ്ത്രീകളും വീട്ടിനുള്ളിലെ പുകവലിയെ എതിർക്കുന്നവരാണ്. പക്ഷേ അതിനെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കുവാനോ അല്ലെങ്കിൽ പുരുഷന്മാരോട് വീട്ടിനുള്ളിലിരുന്ന് പുകവലിക്കരുതെന്ന് പറയാനോ ഉള്ള ഒരു ആർജവം നമ്മളുടെ സ്ത്രീകൾ കാണിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. വളരെ കുറച്ച് ശതമാനം വീടുകളിൽ മാത്രമേ വീട്ടിനുള്ളിൽ പുകവലിക്കുന്നതുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ പാലിക്കപ്പെടുന്നുള്ളൂ. വീട്ടിൽ വരുന്ന അതിഥികളോട് പുകവലിക്കരുതെന്ന് പറയുവാൻ പൊതുവെ സ്ത്രീകൾക്ക് കഴിയാറില്ല. പുകവലിപ്പുക ശ്വസിക്കുന്നത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്ന് പല സ്ത്രീകൾക്കും അറിയാമെങ്കിലും ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചിട്ട് അവർ തികച്ചും അജ്ഞരാണ്. പുകവലിപ്പുക രഹിത ഭവനങ്ങൾ സൃഷ്ടിക്കാനുള്ള പ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ തയ്യാറാണോ എന്നുള്ള ചോദ്യത്തിന് 100% സ്ത്രീകൾ പറഞ്ഞ കാര്യം അവർ തയ്യാറാണ് എന്നുള്ളതാണ്.
80% പുരുഷന്മാരും നമ്മളുടെ ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ തയ്യാറാണെന്നുള്ള അഭിപ്രായമാണ് നമ്മളുടെ സർവേയിൽ രേഖപ്പെടുത്തിയത്. പുകവലിപ്പുക വിമുക്ത വീടുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തങ്ങളുടെ പ്രദേശത്ത് വീടിനുള്ളിൽ ആരും പുകവലിക്കില്ല എന്ന് ആ പ്രദേശത്തെ ഓരോ കുടുംബവും തീരുമാനിക്കുന്നു. പുകവലി വിമുക്ത വീടുകൾ സൃഷ്ടിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നതോടൊപ്പം ഇത് വിജയകരമായി നടപ്പിലാക്കിയ ഒരു സമൂഹത്തെയും നമുക്ക് പരിചയപ്പെടാം. തിരുവനന്തപുരം ജില്ലയിലെ നെല്ലനാട് ഗ്രാമപഞ്ചായത്തിലെ തിരഞ്ഞെടുത്ത വാർഡുകളിൽ പുകവലി വിമുക്ത വീടുകൾ എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുവാൻ നടത്തിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യഘട്ടത്തിൽ പുകവലി വിമുക്ത വീടുകളുടെ പ്രാധാന്യം സംബന്ധിച്ചും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ആവശ്യകതയെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിനായി ജനപ്രതിനിധികളുടെയും സാമൂഹ്യ നേതാക്കളുടെയും യോഗം വിളിച്ചു ചേർക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് പുകവലിപ്പുകയുണ്ടാക്കുന്ന ദോഷഫലങ്ങളെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കുവാനാവശ്യമായ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നടപ്പിലാക്കുക എന്നതാണ്. വീടിനുള്ളിലെ പുകവലി സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പുകവലിപ്പുക സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉണ്ടാക്കുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനായി ആ പ്രദേശത്തെ കുടുംബശ്രീ, മഹിളാസമഖ്യ തുടങ്ങിയ വനിതാ സംഘങ്ങളുമായി ചേർന്ന് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നു. ഇതിനെ തുടർന്ന് പുകവലിപ്പുകരഹിത ഭവനം എന്ന ആശയം പരിചയപ്പെടുത്തുന്നതിനു വേണ്ടി സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും 2-3 യോഗങ്ങൾ പ്രാദേശിക തലത്തിൽ വിളിച്ചു ചേർക്കുന്നു. അടുത്തത് ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഘട്ടമാണ്. പുകവലിപ്പുക തങ്ങളെ ഏതൊക്കെ തരത്തിൽ ദോഷകരമായി ബാധിക്കും എന്നതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം ജനങ്ങൾക്കിടയിൽ നടത്തേണ്ടത് അത്യാവശ്യമാണ്. ബോധവൽക്കരണ ക്ലാസുകൾക്ക് ശേഷം സമൂഹത്തിലെ എല്ലാ ജനങ്ങളെയും പങ്കെടുപ്പിച്ച് നടത്തുന്ന യോഗത്തിൽ വെച്ച് പുകവലിപ്പുകരഹിത ഭവന ഗ്രാമം എന്ന പ്രഖ്യാപനത്തിൽ ജനങ്ങൾ ഒപ്പിടുന്നു. ഈ യോഗത്തിൽ പ്രാദേശിക നേതാക്കൾ, പ്രാഥമികാരോഗ്യ കേന്ദ്രം ഡോക്ടർ, ജനപ്രതിനിധികൾ എന്നിവരെയും ക്ഷണിക്കുന്നു. പരിപാടിക്ക് വേണ്ടത്ര പ്രചരണം ലഭിക്കുന്നതിനു വേണ്ടി പ്രഖ്യാപന ചടങ്ങിൽ വാർത്താമാധ്യമങ്ങളെയും ക്ഷണിക്കേണ്ടതാണ്. ഇതോടൊപ്പം പുകവലിപ്പുകരഹിത വീടെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള സ്റ്റിക്കർ ഓരോ വീടിന്റെയും പ്രധാന വാതിലിൽ പതിക്കുന്നതോടൊപ്പം തന്നെ പുകവലി വിമുക്ത വീടുകൾ എന്ന ആശയം പ്രചരിപ്പിക്കുന്ന പോസ്റ്ററുകൾ പൊതുസ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കുന്നു. കൂടാതെ സ്കൂൾ തലത്തിൽ പോസ്റ്റർ രചനാ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിലൂടെയും മറ്റും പുകവലിപ്പുകയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അറിവ് പകരുന്നതിനും വീട്ടിനുള്ളിൽ അച്ഛനോ മറ്റു കുടുംബാംഗങ്ങളോ പുകവലിക്കുന്നത് തടയുന്നതിനും കുട്ടികൾക്ക് സാധിക്കുന്നു. വാമനപുരം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ. എൻ്റെ പേര് ബിജു. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ നെല്ലനാട് ഗ്രാമപഞ്ചായത്തിനെ മാതൃകയാക്കിക്കൊണ്ട് വളരെ വിപുലമായ രീതിയിൽ ക്വിറ്റ് ടുബാക്കോ പരിപാടി നടന്നു വരികയാണ്. ഞങ്ങളുടെ ആരോഗ്യ പ്രവർത്തകരായ ഫീൽഡ് സ്റ്റാഫുകൾ, പ്രത്യേകിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഞങ്ങളുടെ എല്ലാവിധ പിന്തുണയും സപ്പോർട്ടും എല്ലാം ഈ പരിപാടിക്ക് എന്നും ഉണ്ടാവും എന്ന് ഞങ്ങളിവിടെ ഉറപ്പു തരികയാണ്. എൻ്റെ പേര് റിജി. ഞാൻ നെല്ലനാട് പഞ്ചായത്തിൽ പരമേശ്വരം വാർഡിൽ താമസിക്കുന്നു. ഞാൻ പുകവലിപ്പുക പ്രചരണവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ഒരു ക്യാമ്പിന് പങ്കെടുത്തിരുന്നു. ആ ക്യാമ്പിൽ വീഡിയോ ക്ലിപ്പിലൂടെ ഒരുപാട് പുക ശ്വസിക്കുന്നത് കൊണ്ടുള്ള ദൂഷ്യവശങ്ങളെക്കുറിച്ച് വീഡിയോ ക്ലിപ്പിൽ കാണിച്ചു തന്നു. അപ്പോൾ എൻ്റെ മോളെ കൂടെ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ മോളത് വന്ന് അച്ഛനോട് പറയുകയും അച്ഛൻ അതിനുശേഷം വീട്ടിൽ പുകവലി ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. കുറേ നാളുകൊണ്ട് ഇത് പറയുമായിരുന്നു. അപ്പോൾ കേൾക്കുമായിരുന്നില്ല. മോള് വന്നത് പറഞ്ഞപ്പോൾ അച്ഛൻ വീട്ടിനുള്ളിലെ പുകവലി നിർത്തി. അതിലെനിക്കും എൻ്റെ കുട്ടികൾക്കും വളരെ സന്തോഷമാണ്. വീട്ടിനുള്ളിൽ പുകവലിക്കരുതെന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോട് പലതവണ പറഞ്ഞു. പക്ഷേ അദ്ദേഹം ചെവിക്കൊണ്ടില്ല. ഇന്ന് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും അതിനെതിരെ നിന്നപ്പോൾ അദ്ദേഹം വീട്ടിനുള്ളിലെ പുകവലി അവസാനിപ്പിച്ചു. പുകയിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ ഞാനും എൻ്റെ കുടുംബവും സന്തോഷിക്കുന്നു. ഞാൻ മുമ്പ് ഒരു ഈ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം അവരുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പം വീട്ടിനകത്ത് പുകവലിക്കാറില്ല. വളരെ കുറച്ചിട്ടുമുണ്ട്. വീടിനുള്ളിൽ എപ്പോഴും പുകവലിക്കുന്ന ആളായിരുന്നു ഞാൻ. അതിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ വീട്ടിനുള്ളിലെ എൻ്റെ പുകവലി ഞാൻ അവസാനിപ്പിച്ചു. നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുന്ന പുകയിലയുടെ ഉപയോഗം ഒഴിവാക്കുന്നതിന് വേണ്ടി ക്വിറ്റ് ടുബാക്കോ ഇന്ത്യ സംഘടിപ്പിച്ചിരിക്കുന്ന പുകവലി വിമുക്ത ഭവനം പദ്ധതിയോട് നിങ്ങൾ ഓരോരുത്തരും സഹകരിക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. വീട്ടിനുള്ളിലെ പുകവലി ഒഴിവാക്കി സ്ത്രീകൾക്കും കുട്ടികൾക്കും ആരോഗ്യപൂർണമായ ഒരു ഗൃഹാന്തരീക്ഷം ഒരുക്കുന്നതിനായി നിങ്ങളുടെ പ്രദേശത്ത് ഇത്തരമൊരു പ്രവർത്തനം നടത്തുവാൻ നിങ്ങൾ തയ്യാറാണോ?
എങ്കിൽ ക്വിറ്റ് ടൊബാക്കോ ഇന്ത്യ പ്രോജക്റ്റ് നിങ്ങളെ സഹായിക്കാം.